2025 എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോ ഫസ്റ്റ് സെഷൻ ജെഇ മെയിൻസിന്റെ എക്സാമിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് ഒരു 1.5 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ കുട്ടികളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അതിന്റെ പീക്ക് ടൈമിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള പോലെ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയത്ത് കുട്ടികളെ ജെഇ മെയിൻസ് എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വളരെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് ബ്രില്യന്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ റെഫറൻസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാതെ ഇവിടെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റെഫറൻസിലിരിക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്സിന്റെയും പ്രൊഫസേഴ്സും അവൈലബിൾ ആണ്. അവരുടെ ക്ലാസ് റൂമിലേക്ക് ഡയറക്റ്റ് ചെന്നിട്ടാണ് പ്രൊഫസേഴ്സ് നമ്മുടെ കുട്ടികളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള പോലെ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ ചെന്നിട്ടും പ്രൊഫസേഴ്സ് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഹോസ്റ്റലിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളെ ഇനി വരുന്ന 2025 ജെഇ മെയിൻസിന്റെ ഫസ്റ്റ് ഫേസിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കാര്യങ്ങളാണ് ബ്രില്യന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രിപ്പറേഷൻസ് പോകുന്നത് എന്ന് നമുക്ക് കുട്ടികളോടും പ്രൊഫസേഴ്സിനോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ബിനോയ് സാറാണ്. ബിനോയ് സാർ നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ ജെഇ മെയിൻസ് ബാച്ചിന്റെ കോർഡിനേറ്റർ ആണ്. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ജെഇ മെയിൻസിന്റെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? അതിനുശേഷം ഇനിയിപ്പോ ഒരു 1.5 മാസത്തിനടുത്തേ ഉള്ളൂ ഫസ്റ്റ് ഫേസ് എക്സാമിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് സാർ ഇപ്പോ നമ്മൾ ഈ ഒരു 1.5 മാസം നമ്മൾ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ കുട്ടികൾക്ക് എക്സാംസ് കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് സൗകര്യങ്ങളാണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഇപ്പം നടത്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമാണ് അവർക്ക് പരീക്ഷ നടക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും പരീക്ഷയാണ്. മൊത്തം ടോപ്പിക്കിനെ 8 യൂണിറ്റ് ആയിട്ട് തിരിച്ചാണ് നടത്തുന്നത്. ഫസ്റ്റ് ഇയർ 4 യൂണിറ്റ്, അതിനുശേഷം അതിൻ്റെ കോമ്പിനേഷൻ, പിന്നെ സെക്കൻഡ് ഇയർ 4 യൂണിറ്റ് അതിൻ്റെ കോമ്പിനേഷൻ, പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഫുൾ മോഡൽ. അങ്ങനെയാണ് കംപ്ലീറ്റ് സിലബസ് ഉള്ള മോഡൽസ് ആണ് ഏറ്റവും അവസാനം. ആദ്യമേ പാർട്ട് ടെസ്റ്റ് ആണ്, അതാണ് യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഇയർ 4 പാർട്ട്, സെക്കൻഡ് ഇയർ 4 പാർട്ട്, അതിനുശേഷം ഫുൾ ടെസ്റ്റിലോട്ട് വരികയാണ്. കവർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ഒന്നിച്ച് നടത്തി കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ല. റിപ്പീറ്റഡ് സ്റ്റുഡൻസ് അല്ലേ, അവർ പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മൊത്തം ചെയ്തതിന് ശേഷം ആണ് പിന്നെ ഫുൾ മോഡലിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ റെഫറൻസ് സൗകര്യങ്ങളുണ്ട്. റെഫറൻസ് സൗകര്യങ്ങൾ ഇപ്പൊ നമുക്ക് തന്നെ കാണാമല്ലോ, റെഫറൻസ് സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന്റെ ഡൗട്ട് ക്ലിയറൻസും അതേ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം 3 ടീച്ചേഴ്സ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ ടീച്ചേഴ്സ് എല്ലാ ക്ലാസ്സിലിരുന്ന് ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. തിങ്കളാഴ്ച തൊട്ട് എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. പരീക്ഷയുള്ള ദിവസം പരീക്ഷ കഴിഞ്ഞും അതിൻ്റെ ശേഷം ഡൗട്ട് ക്ലിയറൻസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ അനാലിസിസും വേണ്ട രീതിയിൽ നടത്തുന്നുണ്ട്. ഹോസ്റ്റലിലും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിനെ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ ടീച്ചേഴ്സിനെ വിട്ട് അവർക്ക് വേണ്ട ഡൗട്ട് ക്ലിയറൻസ് നൽകുന്നുണ്ട്. എല്ലാ ഹോസ്റ്റലിലും മെയിൻ ആയിട്ടുള്ള എല്ലാ ഹോസ്റ്റലിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് റാവു സാറാണ്. റാവു സാർ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. നമുക്ക് റാവു സാറിനോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. സോ സാർ, classes are almost over now. So now we have approximately 45 days left for our first session of JEE Main. Yes. So how are the preparations of students going and how they are asking doubts? Madam, actually after syllabus, we started all our doubt sessions, right? We divided into total syllabus into units. Different units. So for each unit, we are conducting test, right? Mains level test. So for that, here we are available maths,
and myself and Lal Sir and other teachers in the staff So room. for all the subjects, teachers are available. All three teachers, all maths, physics, chemistry teachers are available, and we are doing their clearance of doubts. So that way, doubts is going on from morning to evening 6:30. So this is the situation. Yeah, and every student are clearing their doubts. Yeah, this is the situation. JEE മെയിൻസിന്റെ ഫസ്റ്റ് സെഷനിലേക്ക് ഒരു 1.5 മാസമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ റെഫറൻസിന് വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താവോ, എന്താണ് പേര്, ഏതാണ് ബാച്ച് എന്നൊക്കെയുള്ള കാര്യം ഒന്ന് പറയാമോ? ഹായ്, എൻ്റെ പേര് ജൂവിൻ ജസ്റ്റിൻ. ഞാൻ I6 ബാച്ചിൽ പഠിക്കുന്നു. ഞാൻ നെല്ലിപ്പുഴ ഹോസ്റ്റലാണ് താമസിക്കുന്നത്. പ്രിപ്പറേഷൻസ് എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് എക്സാംസ് ആർ ക്വയറ്റ് ഡിഫിക്കൾട്ട് ബട്ട് വിച്ച് ഇസ് ഗുഡ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹോസ്റ്റൽ മാത്രമല്ല ഞങ്ങളുടെ ഫുൾ ബാച്ച് ഭയങ്കര അലേർട്ടായി. ഇപ്പോൾ NCERT ആൻഡ് PYQs ആണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യും. പിന്നെ അതല്ലാതെ തന്നെ ഞാനൊക്കെ കുറച്ച് എക്സ്ട്രാ ഗൈഡ് ബുക്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് ഫിസിക്സ് ഗാലക്സി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനെയാണ് ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് പോകുന്നത്. പിന്നെ കൂടുതൽ പേരും ഇവിടെ തന്നെ റെഫറൻസിന് വരുന്നുണ്ട്. ആൻഡ് സാറുമാരൊക്കെ ഏത് നേരവും ഡൗട്ട് ക്ലിയറൻസിന് ഉണ്ടാവും. സോ എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പം തന്നെ രാത്രി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ലേണിംഗ് ആപ്പ് ഉണ്ടാവുമല്ലോ, അതിലത്തെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിൽ നമുക്ക് ഡൗട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം തന്നെ ഒരു 1 hour ഒക്കെ പിടിക്കുള്ളൂ, അപ്പോഴേക്കും ഡൗട്ടിൻ്റെ ആൻസർ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിസ്കഷൻസും ഉണ്ട്. സോ അവിടെ നമുക്ക് നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾക്ക് ആഴ്ചയിൽ എങ്ങനെയാണ് എക്സാംസ് വരുന്നത്? 2 എക്സാംസ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഷെഡ്യൂളൊക്കെ? സോ എല്ലാ വീക്കും സൺഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ആണ് എക്സാംസ് ഉള്ളത്. ആൻഡ് ഓരോരോ 8 യൂണിറ്റ്സ് ഉണ്ട്. ആൻഡ് ടോട്ടൽ സിലബസിനെ 8 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് 2 വീക്സിൽ ഈ 4 യൂണിറ്റ്സ് തീർക്കും. ആൻഡ് ദെൻ ആ 4 യൂണിറ്റ്സ് ഒരുമിച്ച് ഒരു എക്സാം, കമ്പൈൻഡ് ആയിട്ട് ഒരു എക്സാം വയ്ക്കും. അങ്ങനെയാണ് ജനറലി ഇപ്പോൾ ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ആൻഡ് അതിൽ തന്നെ ഇപ്പോൾ 2 യൂണിറ്റ്സ് കഴിഞ്ഞു, 1 വീക്ക് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എക്സാം വാസ് ഈസി ബിക്കോസ് നമ്മുടെ മൈൻഡ് അത്ര ഷാറ്റർ ചെയ്യണ്ട എന്നുള്ളൊരു ഇതിലായിരിക്കും ഈസി. ആൻഡ് സെക്കൻഡ് വാസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ദേ ഹാവ് ടു ബ്രിങ് അസ് ടു ദ JEE മെയിൻ ലെവൽ. ആൻഡ് സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും അലേർട്ടായി. ആൻഡ് നൗ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. ഞങ്ങളുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹോപ്പ് വി ഗെറ്റ് ഗുഡ് റിസൾട്ട്സ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ടീച്ചേഴ്സ് തന്നെ ക്ലാസ്സിലേക്ക് നേരിട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരാണല്ലേ. അപ്പോൾ നിങ്ങൾ റെഫറൻസിന് വരുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കൂടെ തന്നെ ഇവിടെ ടീച്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് എന്നും തിങ്കൾ മുതൽ ഞായർ വരെ എന്നും റെഫറൻസ് ഉണ്ട്, രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 വരെ. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റും. സാറുമാരെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മാത്സിന് റാവു സാറും, ഫിസിക്സിന് കിഷോർ സാറും, കെമിസ്ട്രി എല്ലാ സബ്ജക്റ്റിന്റെയും ടീച്ചേഴ്സ് ആരെങ്കിലും ഒരാൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. അവർ ഇപ്പോൾ നമുക്ക് ബേസ് എന്തെങ്കിലും ആ ക്വസ്റ്റിന് കുഴപ്പമുണ്ടെങ്കിൽ അവർ അതുപോലെ പറഞ്ഞുതരും. റാവു സാറാണ് ഇപ്പോൾ നമുക്കൊരു ചാപ്റ്റർ എഴുതിയില്ലെങ്കിൽ റാവു സാർ ചാപ്റ്റർ ഫുള്ള് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുതരും. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ടീച്ചേഴ്സ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നല്ല സ്നേഹത്തോടാണ് എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. പിന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ വന്നിരുന്ന് തന്നെ ഈ വൈകിട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സാറുമാരുടെ ഡൗട്ടൊക്കെ ചോദിച്ച് പിന്നെ വൈകിട്ട് ഹോസ്റ്റലിൽ പോയി അങ്ങനെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം മെയിൻസ് ആണ്, അപ്പോൾ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പോൾ ഈ 3 സബ്ജക്റ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും അതിനേതായിട്ടുള്ള ഒരു മോഡ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? കൂടുതൽ സമയം ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ കുറച്ച് സമയം മാത്സിന് സമയം കിട്ടാറില്ല. ഇല്ല, ഈ യൂണിറ്റ് എക്സാംസിനാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ നോക്കുന്നുണ്ട് മാക്സിമം. പിന്നെ കുറച്ച് മാത്സ് കൂടെ തട്ടിക്കൂട്ടി കൊണ്ടുപോകും. അപ്പോൾ ഇപ്പം നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലേണിംഗ് ആപ്പിൽ ഡൗട്ട് പോസ്റ്റ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇടയ്ക്ക് ഡൗട്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ കൂടെയുള്ള പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടാറുണ്ടോ ആപ്പ്? ഫ്രണ്ട്സ് തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് റിപ്ലൈ ഒക്കെ ഇടും, അങ്ങനെ കിട്ടുന്നു. നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജെഇ മെയിൻസിന്റെ എക്സാമിന് ഇനിയിപ്പോൾ ഒരു 1.5 മാസം കഷ്ടിച്ചേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ അതിന്റെ പീക്ക് ടൈമിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇനിയുള്ള ഒരു 1.5 മാസത്തെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ വന്നിട്ട് ഇന്ന് എന്താ പഠിക്കാൻ തോന്നുന്നത് വെച്ചാൽ അത് പഠിക്കുകയാണോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്ലാൻ, എങ്ങനെയാണുള്ള പ്രിപ്പറേഷൻ്റെ? അപ്പം മെയിൻലി എല്ലാ ദിവസവും റെഫറൻസ് ഇരിക്കാറുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാറുണ്ട്. അപ്പം മെയിൻലി ക്യാമ്പസിൽ വന്നിട്ട് റെഫറൻസ് എടുക്കാം. പിന്നെ സാറന്മാർ മുമ്പ് തന്നെ ഉള്ളതുകൊണ്ട് ഡൗട്ട്സ് ഒക്കെ അപ്പം തന്നെ ചെയ്യാം. പിന്നെ ഇപ്പം കൂടുതൽ തിയറി ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. തിയറി കുറച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പം എക്സാം വരാനായി. പിന്നെ ഓരോ എക്സാം ഇങ്ങനെ നമുക്കിപ്പോൾ മോഡൽ നടക്കുന്നുണ്ട്. ഓരോ എക്സാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നെഗറ്റീവും കുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ. നമ്മളിപ്പോൾ മെയിൻലി ജെഇ മെയിൻസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് NCERT നോക്കുക, PYQ ചെയ്യുക, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാൻ? എങ്ങനെയാണ്? നമ്മൾ കെമിസ്ട്രി ബേസിക്കലി NCERT മാത്രം നോക്കിയാൽ മതി. പിന്നെ PYQ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി. മാത്സിൽ ഫോർമുലാസിൻ്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പിന്നെ റിവിഷൻ ചെയ്താൽ മതി. ഫിസിക്സ് നമുക്ക് തരുന്ന സ്റ്റഡി മെറ്റീരിയലിൻ്റെയും ബാക്കി സാർമാർ തന്ന നോട്ട്സിൻ്റെയും എല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ ബേസിക്കലി. കെമിസ്ട്രി NCERT വായിക്കുക, ബാക്കി രണ്ടും ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, അത്രേ ഉള്ളൂ പ്രപ്പോസ്. അപ്പോൾ നമ്മളിപ്പോൾ മോഡൽ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 1.5 മാസം അതിനടുത്തേ ഉള്ളൂ മെയിൻസ് എക്സാമിലേക്ക്. അപ്പോൾ എന്തായാലും സബ്ജക്ട് വൈസ് പ്രിപ്പറേഷൻ ആണെങ്കിലും മൊത്തത്തിലുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും അതിൻ്റെ പീക്ക് ടൈമിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ 2 മോഡൽ എക്സാംസ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇതുവരെയുള്ള എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇനിയുള്ള എക്സാമിലേക്കൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു പ്ലാൻ, എങ്ങനെയാണ് ഇതിനുള്ള പ്രിപ്പറേഷൻ്റെ? കഴിഞ്ഞ 2 മോഡൽ എക്സാം എഴുതിയപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലായി. കൂടുതൽ എന്ത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം, പിന്നെ കെമിസ്ട്രിക്ക് NCERT പഠിക്കണം, അങ്ങനെ കുറേ മിസ്റ്റേക്സ് മുന്നത്തെ 2 എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. സോ ഇപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടാണ് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. കെമിസ്ട്രിക്ക് കൂടുതൽ NCERT വായിക്കുമ്പം അത് ഹെൽപ്ഫുൾ ആവുമെന്ന് മനസ്സിലായിരുന്നു. പിന്നെ NCERT ബേസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാട് ചോദിക്കുന്നുണ്ട്, ഇത് വായിക്കുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ മാത്സിനായാലും തിയറിയുടെ കൂടെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യണമെന്ന് മനസ്സിലായി. സോ മാത്സിന് വേണ്ടി ഇപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള ടൈം കൊടുക്കാനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലായി. ആൻഡ് ഫിസിക്സ് തന്നെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നു എന്ന് മനസ്സിലായി. ജസ്റ്റ് പ്രോബ്ലം മാത്രമല്ല, തിയറി ബേസ്ഡും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട്. അപ്പോൾ കഴിഞ്ഞ 2 മോഡൽ എക്സാം കഴിഞ്ഞപ്പം ഓവറോൾ ഒരു പാറ്റേൺഡ് ഐഡിയ കിട്ടി. അപ്പോൾ അതനുസരിച്ച് സബ്ജക്റ്റ് വൈസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളൊരു ഐഡിയ കിട്ടിയുണ്ട്. അതനുസരിച്ച് അങ്ങോട്ടുള്ള ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ മെയിൻസിന് വേണ്ടിയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ PYQs ആണോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ NCERT വായിക്കുകയാണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നുള്ള പ്രോബ്ലംസ് ചെയ്യുകയാണോ? എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ? എങ്ങനെയാണ് ഇപ്പോൾ? ഫിസിക്സും മാത്സും കൂടുതൽ PYQ ചെയ്യുന്നുണ്ട്. പിന്നെ കെമിസ്ട്രിയുടെ NCERT വായിക്കുന്നതിനോടൊപ്പം തന്നെ PYQ ചെയ്യാൻ നോക്കുക. പക്ഷേ കൂടുതൽ ഇൻഓർഗാനിക് ഒക്കെ PYQ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ NCERT നല്ല രീതിയിൽ വായിച്ചിട്ട് ഫിസിക്കൽ കെമിസ്ട്രി കൂടുതൽ PYQ ചെയ്യുക. അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റൻസ് ചെയ്ത് പഠിക്കുക, കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായാലും മോഡൽ എക്സാംസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2 മോഡൽ എക്സാം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മോഡൽ എക്സാംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വീക്കിലി എക്സാംസ് ഒക്കെ ആണെങ്കിലും എങ്ങനെയാണ് പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണമെന്ന് മനസ്സിലായി. NCERT കുറച്ചുകൂടെ വായിക്കണം. NCERT കെമിസ്ട്രി ഒക്കെ NCERT കൂടുതൽ വായിച്ച് പഠിക്കണം. മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഫിസിക്സ് ആണെങ്കിലും PYQ പോലത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ഏകദേശം സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വരുന്നത്. പിന്നെ ഫിസിക്സ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും തിയറിയും പഠിക്കണം, ക്വസ്റ്റ്യൻസും പഠിക്കണം, എല്ലാം പഠിക്കണം എന്ന് മനസ്സിലായി. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ റെഫറൻസിന് വന്നിരിക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു ടീച്ചറെങ്കിലും എപ്പോഴും അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ ഫിസിക്സിനാണെങ്കിലും കെമിസ്ട്രിക്കാണെങ്കിലും മാത്സിനാണെങ്കിലും. അപ്പോൾ അതായത് ഇപ്പോൾ ഉണ്ടാവുന്ന ഡൗട്ട് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കാതെ അപ്പോൾ തന്നെ പോയി ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡൗട്ട് ക്ലിയറൻസിന് ഇവിടെയുള്ള അവസരങ്ങളൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് ഡൗട്ട് വരുവാണെങ്കിൽ തന്നെ നമ്മളുടെ തൊട്ടടുത്ത് 3 സബ്ജക്ട്സിനും ഓരോ ടീച്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ടീച്ചർ ഒരു സബ്ജക്റ്റിനും എല്ലാം ടീച്ചർ ഇല്ലെങ്കിൽ നമുക്ക് പ്രൊഫസേഴ്സ് റൂമിൽ പോകാൻ പറ്റും. ഈവൻ ഇപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആപ്പിലിടുമ്പോൾ ഒരു വിത്തിൻ
ഒരു രാവിലെ ഇടുവാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ആൻസർ അത്രയും സ്പീഡായിട്ട് സോൾവ് ആൻസർ കിട്ടുന്നുണ്ട്. ടീച്ചേഴ്സ് നമ്മൾക്ക് വോയിസ് ആയിട്ട് തന്നെ നമുക്ക് ആൻസർ ഇങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്. പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട് ഡൗട്ടൊക്കെ. അപ്പോൾ നമ്മൾ റെഫറൻസിന് വന്നിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പഠിക്കുക, അതേപോലെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കാര്യം പ്രൊഫസേഴ്സ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെ എടുത്തൊരു ഡൗട്ട് ക്ലിയറൻസിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഡൗട്ട് ക്ലിയറൻസ് നമ്മൾ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എന്തായാലും ഒരു ദിവസം ഇത്ര സമയം വെച്ചിട്ട് പ്രൊഫസേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഒന്നെങ്കിൽ വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ പോയി ചോദിക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അന്നന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് പോയി കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ഹോസ്റ്റലിരിക്കുന്നതിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ കറക്റ്റായിട്ട് കുറച്ചുകൂടി സ്പീഡിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നമുക്കെല്ലാം കറക്റ്റായിട്ട് അപ്പോൾ തന്നെ ചെയ്തു പോകാനുള്ള നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്, നല്ല യൂസ്ഫുൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.